ജെ.പി. നദ്ദ ഇന്ന് കേരളത്തിൽ. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് കേരളത്തിലെത്തും. രാവിലെ വയനാട്ടിലെത്തുന്ന അദ്ദേഹം ബത്തേരിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. രാവിലെ 11-ന് ബത്തേരി അസംഷൻ ജംഗ്ഷനിൽ നിന്ന് ചുങ്കം ജംഗ്ഷൻ വരെയാണ് റോഡ് ഷോ. തുടർന്ന് പാലക്കാട്ടെത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 1:30 ഷൊർണൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. വൈകിട്ട് 3-ന് കോട്ടയത്ത് പരിപാടിയിൽ പങ്കെടുക്കും. തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. കോട്ടയം കളക്ട്രേറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് തിരുനക്കര ഗാന്ധി സ്ക്വയറിന് മുന്നിൽ റാലി അവസാനിക്കും. വൈകിട്ട് 5:30 തിരുവനന്തപുരത്തെത്തുന്ന ജെ.പി. നദ്ദ 6:15-ന് മടവൂർപ്പാറ ജംഗ്ഷനിൽ നിന്ന് ബാലരാമപുരം സാലി ഗോത്ര തെരുവിലേക്ക് റോഡ് ഷോ നടത്തും. പിന്നാലെ നാളെ നദ്ദ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകും. ആലുവയിൽ ട്രെയിനിൽ നിന്നും വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു. പത്തനംതിട്ട പടിഞ്ഞാറേക്കോട്ട് വീട്ടിൽ സണ്ണിയുടെ മകൻ റോജിയാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ചെന്നൈ സെൻട്രൽ ട്രെയിൻ നിർത്താറായപ്പോഴാണ് ട്രെയിനിൽ നിന്നും വീണത്. റോജിയെ ഉടൻ ആലുവ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കും ഇന്ന് നിർണായകം. മാസപ്പടി കേസ് ഹർജിയിൽ വിധി ഇന്ന്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം.എൽ.എ. നൽകിയ ഹർജിയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. ധാതുമണൽ ഖനനത്തിന് CMRL വഴിവിട്ട് സഹായം നൽകിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട 7 പേരാണ് എതിർകക്ഷികൾ. കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ധാതുമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ഫുട്ബോൾ കളിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് 15 വയസ്സുകാരൻ മരിച്ചു. കുണ്ടറയിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് 15 വയസ്സുകാരൻ മരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സാജൻ ഹിലാൽ മുഹമ്മദിന്റെ മകൻ അർഫാനാണ് മരിച്ചത്. ഫുട്ബോൾ കളിക്കിടെ മതിലിന് പുറത്തുപോയ ഫുട്ബോൾ എടുക്കാനായി പോയപ്പോഴാണ് മതിലിനോട് ചേർന്ന വൈദ്യുതി തൂണിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റത്. വഴിവിളക്കുകൾ തെളിയിക്കാൻ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടിരുന്ന വയറൽ തട്ടിയാണ് അപകടം. കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അർഫാൻ. ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം, സുനാമിക്ക് സാധ്യത. ഇന്തോനേഷ്യയിലെ റുവാങ് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. റുവാങ്ങിൽ നിന്ന് 800-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഇന്തോനേഷ്യയുടെ വടക്കു ഭാഗത്ത് റുവാങ് പർവ്വതത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഡോ നഗരത്തിന്റെ സാം റതുലാംഗി വിമാനത്താവളം അടച്ചു. 24 മണിക്കൂർ നേരത്തേക്കാണ് വിമാനത്താവളം അടച്ചിടുകയെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച 5 തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത്. 11,000-ലേറെ ആളുകളാണ് അഗ്നിപർവ്വതത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. സ്ഫോടനത്തിൽ അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗം തകർന്ന് കടലിൽ വീണാൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇതേ തുടർന്ന് അഗ്നിപർവ്വതത്തിന് കിഴക്കുള്ള ടാഗുലാൻഡ് ദ്വീപ് അപകടത്തിലാകും. ഈ ദ്വീപിലുള്ളവരോടും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.